3 മാസത്തിന് മുമ്പ് തൊട്ട് പുറകെ താമസിക്കുന്ന കുടുംബക്കോണിലെ ആളുകൾ ഒരു വലിയ പരാതിയുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. അവർ പറഞ്ഞ തോട്ടിലേക്ക് കുഞ്ചത്തോടിന്റെ കൈവഴി തൊട്ട് പുറകിൽ ഒഴുകുന്നുണ്ട്. ആ തോട്ടിലേക്ക് മലിനജലം അടക്കം ഫുഡ് വേസ്റ്റ് അടക്കം ഒഴുകുന്നെന്ന് പറഞ്ഞ് പരാതി വന്നപ്പോൾ ഞാൻ അവിടെ ചെന്ന് പരിശോധിച്ചു. അതിന്റെ ഫോട്ടോ എടുത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറെ അടക്കമുള്ളവർക്ക് ഇട്ടുകൊടുത്തു. അതനുസരിച്ച് ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഫുഡ് വേസ്റ്റ് അടക്കം തോട്ടിലേക്ക് ഒഴുകുകയാണ്. ആദ്യത്തെ പ്രാവശ്യം വന്ന് അവർക്ക് വാണിംഗ് കൊടുത്ത് ഞങ്ങൾ പോയി. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും മലിനജലവും ഫുഡ് വേസ്റ്റും അടക്കം തോട്ടിലേക്ക് ഒഴുകിയപ്പോഴാണ് ഞങ്ങൾ വന്ന് നോട്ടീസ് കൊടുത്തു. ഏതാണ്ട് 10,000 രൂപയോളം അവർക്ക് ഫൈൻ അടപ്പിച്ചു. അതിനുശേഷം ലൈസൻസ് ഇല്ല എന്നറിഞ്ഞ് ലൈസൻസ് എടുക്കാനുള്ള കർശന നിർദ്ദേശങ്ങൾ കൊടുത്തു. ലൈസൻസ് എടുക്കാനായിട്ട് വാട്ടർ പ്യൂരിഫയർ അടക്കമുള്ള അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റിൽ നിന്നുള്ള വേസ്റ്റിൽ നിന്നുള്ള വെള്ളം അതിൻ്റെ അകത്ത് ഒഴുകാതെ ഫുഡ് വേസ്റ്റ് അടക്കം തോട്ടിലേക്ക് പോകാതെ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടു. ഇത് ഇന്ന് ഇത്രയും രൂക്ഷമാകാൻ കാര്യം ഇന്നലെ വൈകിട്ട് ഒരു 5-6 മണിയായ സമയത്ത് കുടുംബക്കോണിലെ സ്ത്രീകളടക്കമുള്ളവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, രൂക്ഷമായ മണം വരുന്നെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് പരിശോധിച്ചപ്പോൾ ഞങ്ങളടക്കമുള്ള ചെന്ന് പരിശോധിച്ചപ്പോൾ ഒരു 10-50 കിലോ ചിക്കൻ ഒരു 5-8 ദിവസത്തെ പഴക്കമുണ്ടാവും. അതവിടെ വെച്ചിട്ട് ഭയങ്കരമായ സ്മെല്ല് വരുന്നു. ഞങ്ങളിന്ന് പരിശോധിച്ചപ്പോൾ ഇന്നലെ കണ്ട മാനേജർ പറയുകയാണ് ഞാൻ 2 ദിവസമായുള്ള ചാർജ് എടുത്തിട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ആ ഫുഡ് വേസ്റ്റ് അടക്കം ഫുഡ് അടക്കമുള്ളത് അല്ലെങ്കിൽ ചിക്കൻ അടക്കമുള്ളത് എടുത്ത് മാറ്റി. ഞാൻ ഇന്നലെ എച്ച്ഐനെ വിളിച്ചു പറഞ്ഞു കർശനമായിട്ട് നടപടി എടുക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇന്ന് വന്ന് പരിശോധിച്ചപ്പോഴാണ് ഇവിടെ ഫുഡ് അടക്കം വളരെ മോശം ഫുഡാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനേക്കാൾ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ഇവിടെ ട്രെയിനിലേക്കുള്ള സപ്ലൈ ആണ് നടക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ സാധിച്ചത്. കാരണം വന്ദേ ഭാരതിന്റെ അടക്കം ബോക്സുകളും ഗ്ലാസുകളൊക്കെ ഇതിനകത്ത് ഇരിക്കുകയാണ്. ട്രെയിനിലേക്കുള്ള സപ്ലൈ ആണെന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. വളരെ മോശമായ ഫുഡാണ് ഇവിടെ സപ്ലൈ നടത്തുന്നത്. ഗോഡൌൺ അടക്കമുള്ളത് ഒരു ക്ലീനിങ്ങും ഇല്ലാതെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മോശമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് തന്നെ മേയറും MLA ഉമാ തോമസ് അടക്കമുള്ളവർ ശക്തമായ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം വന്ന് തുടങ്ങിയതിന് ശേഷം ലൈസൻസ് എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളാണ് വന്ന് പറഞ്ഞ ലൈസൻസ് എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നോട്ടീസ് കൊടുത്തു. അതിനുശേഷം ലൈസൻസ് എടുക്കാൻ വന്നപ്പോൾ ഇവിടെ ഇവിടുന്ന് വേസ്റ്റ് വെള്ളം അടക്കം പ്രോസസ്സിംഗ് നടത്താതെ ക്രമീകരണങ്ങൾ നടത്താതെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം കൊണ്ടുവരാൻ പറഞ്ഞു. ഇതുവരെ അത് പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല.